എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പറയാണ്. അത് ഇത്തിരി അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും HSIക്കൊക്കെ ചോദിക്കുക. ഇത് +2-ന് വേണ്ടിയിട്ട് ഉള്ള പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അത് കാരണം നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോബ്ലം ഇൻ മാത്തമാറ്റിക്സ് ഈസ് ഗിവൺ ടു 3 സ്റ്റുഡൻസ് A, B and C, and their respective probability of solving the problem is 1/2, 1/3 and 1/4. The probability that the problem is solved is. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് നമുക്ക് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സോൾവിങ് ദ പ്രോബ്ലം, പ്രോബബിലിറ്റി ഓഫ് സോൾവിങ് ദ പ്രോബ്ലം എന്നുള്ളതിന് P of A, P of B, P of C തന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of എന്താണ്? പ്രോബ്ലം സോൾവ്ഡ്. ആരെങ്കിലും ഒരാളായാൽ മതി, പക്ഷെ പ്രോബ്ലം സോൾവ്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ P of A എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1/2 ആണ്. P of B എന്ന് പറയുന്നത് എന്താണ്? 1/3 ആണ്. P of C എന്ന് പറയുന്നത് എന്താണ്? 1/4 ആണ്. അപ്പൊ നമുക്ക് ഇതില് അതായത് പ്രോബ്ലം സോൾവ് ചെയ്യണതിനുള്ള സോൾവ് ചെയ്യണതിനുള്ള പ്രോബബിലിറ്റി ആണ് ഇത് അല്ലെ. B സോൾവ് ചെയ്യണതിനുള്ള പ്രോബബിലിറ്റി ഇതും C സോൾവ് ചെയ്യണതിനുള്ള പ്രോബബിലിറ്റി ഇതും ആണെങ്കിൽ A സോൾവ് ചെയ്തില്ല എന്നുള്ള പ്രോബബിലിറ്റി എന്താ വരിക? P of A ഡാഷ് അല്ലേ. അതെന്ന് പറയുന്നത് എന്താണ്? 1 - P of A അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുക? 1 - 1/2 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ഇനി P of B ഡാഷ് എന്ന് പറയുന്നത് അപ്പൊ എന്താ വരിക? B ഡാഷ് എന്ന് പറയുന്നത് 1 - 1/3. അത് എത്രയാണ്? 2/3. ഇനി P of C ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? 1 - 1/4. അത് എത്രയാണ്? 3/4 അല്ലേ. അപ്പൊ ഇതെല്ലാം കിട്ടി. പക്ഷെ ഇനി എന്താണ്? ഒരാള് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് അല്ലെ. അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്തു, അതായത് ഒരാളും സോൾവ് ചെയ്തില്ല എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കുക? P of A ഡാഷ് ഇൻറ്റു P of B ഡാഷ് ഇൻറ്റു P of C ഡാഷ്. എന്തുകൊണ്ടാണ്? ഒരാള് സോൾവ് ചെയ്യണേനെ ഡിപ്പെൻഡ് ചെയ്യണില്ല അല്ലെ, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്തില്ല എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P of നൺ സോൾവ് എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്. P of A ഡാഷ് ഇൻറ്റു B ഡാഷ് ഇൻറ്റു C ഡാഷ് എന്നുള്ളത്. അത് എത്രയാണ് വരിക? ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ എത്രയായിട്ട് 2/3 ഇൻറ്റു 3/4. അത് എത്രയാണ് ആൻസർ വരിക? 1/4 ആണ് അല്ലെ. ആരും സോൾവ് ചെയ്തില്ല എന്നുള്ളതാണ് പ്രോബബിലിറ്റി 1/4 എങ്കിൽ സോൾവ് ചെയ്തു, ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്തു എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ വരിക? പ്രോബബിലിറ്റി ഓഫ് സോൾവ്ഡ് എന്ന് പറയുന്നത് 1 - നൺ സോൾവ്ഡ് ആണ് അല്ലെ. അപ്പൊ എന്താ വരിക? അതായത് 1 - 1/4. അത് എത്രയാണ്? 3/4. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, A എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B are events such that P of A union B equal to 3/4. P of A intersection B equal to 1/4. P of A bar equal to 2/3. Then P of A bar intersection B is. നമുക്ക് അറിയാം എന്ത് വാക്യം? P of A union B equal to P of A plus P of B minus P of A intersection B എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഇങ്ങനെ ഒരു വാക്യം നമുക്ക് അറിഞ്ഞൂടെ? ഇനി നമുക്ക് എന്താ തന്നിരിക്കണത്? P of A bar ആണ് തന്നിരിക്കണേ. അപ്പൊ P of A കണ്ടുപിടിച്ചൂടെ? 1 - P of A bar അല്ലേ P of A എന്ന് പറയുന്നത്. അതായത് 1 - 2/3. അത് എത്രയാണ് വരിക? 1/3 ആണ്. അപ്പൊ P of A 1/3 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് P of B ഇതെന്ന് കണ്ടുപിടിച്ചൂടെ? കാരണം എന്താണ്? ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? A യൂണിയൻ B തന്നുണ്ട് 3/4 ഈക്വൽ ടു P of A എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു 1/3 പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B എത്രയാണ്? 1/4 ആണ്. അപ്പൊ P of B എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക?
3/4 പ്ലസ് 1/4 പ്ലസ് 1/3 സോറി മൈനസ് 1/3 അല്ലേ? അപ്പൊ എന്താ വരിക? 3/4 1/4 എന്ന് പറഞ്ഞാൽ 1 വരും. 1 മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2/3. അപ്പൊ പി ഓഫ് ബി നമുക്ക് 2/3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതാണ് കിട്ടേണ്ടത്. ഇതിനൊരു വാക്യമുണ്ട്, പി ഓഫ് എ ബാർ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ പി ഓഫ് ബി നമുക്ക് കണ്ടുപിടിച്ചു 2/3 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ്? 1/4. 2/3 മൈനസ് 1/4 LCM എന്ത് വരും? ബൈ 12 വരും അല്ലെ? അപ്പൊ ഇവിടെ 8 മൈനസ് 3 അപ്പൊ എന്താണ് വരിക? 5/12 അല്ലേ? ആൻസർ വരിക 5/12 ആണ്. എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A die is tossed 5 times. Getting an odd number is considered a success. Then the variance of distribution of success is. വാരിയൻസ് കണ്ടുപിടിക്കാനുള്ള വാക്യം അറിയോ നിങ്ങൾക്ക്? വാരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. അത് ഈക്വൽ ടു NPQ ആണ്. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസും ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും ആണ്. അപ്പൊ ക്യൂ ഇവിടെ പി എന്നുള്ളത് സക്സസ് ആണ് വെച്ചെങ്കിൽ ക്യൂവിനെ പിയുടെ ടേമിൽ എങ്ങനെ എഴുതാം? 1 മൈനസ് പി എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇനി നമുക്ക് n എത്രയാണ്? ടോസ്ഡ് എത്ര ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത്? 5 ടൈംസ് ആണ്. അപ്പൊ n 5 ആണെന്ന് കിട്ടിയോ? പി എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഈസ് കൺസിഡേർഡ് ആസ് എ സക്സസ്. ഓഡ് നമ്പർ ഒരു ഡൈയില് ഓഡ് നമ്പർ വരണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 1 3 5 അല്ലേ? അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? ഈ 3 എണ്ണം ഒക്കർ ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം ഒക്കർ ചെയ്യാം അല്ലെ? എത്ര എണ്ണത്തിന്ന്? 6 പോസിബിലിറ്റി ഉണ്ട് അല്ലെ? 1 2 3 4 5 6 എന്നുള്ള 6 പോസിബിലിറ്റിന്ന് ഈ 3 എണ്ണം തിരഞ്ഞെടുക്കാം. അപ്പൊ പി എന്നുള്ളത് പ്രോബബിലിറ്റി പി എന്ന് പറയുന്നത് എന്ത് വരും? 3 എണ്ണത്തിന്ന് എത്ര എണ്ണം തിരഞ്ഞെടുക്കണത്? 6 എണ്ണത്തിന്ന് 3 എണ്ണം തിരഞ്ഞെടുക്കണത് 3/6. അതെന്ന് പറയുന്നത് 1/2. അപ്പൊ ക്യൂ എന്താവും ഇവിടെ? 1 മൈനസ് 1/2 ആവില്ലേ? അത് 1/2 അല്ലേ? അപ്പൊ സിഗ്മ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? n ഇൻറ്റു, അതായത് n എന്ന് പറയുന്നത് 5 ഇൻറ്റു പി എന്ന് പറയുന്നത് എന്താണ്? 1/2 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/2 തന്നെ. അപ്പൊ എന്ത് വരും? 5/4 എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ? 5/4 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Events A, B, C are mutually exclusive events such that P of A equal to 3x plus 1/3, P of B equal to 1 minus x by 4 and P of C equal to 1 minus 2x by 2. Then set of possible values of x are in the interval. എങ്ങനെയാണ്? അതായത് നമുക്കറിയാം ഏതിന്റെ ഇടയിലാവും പ്രോബബിലിറ്റി എന്നുള്ളത്? 0നും 1നും ഇടയിലാവും പ്രോബബിലിറ്റി അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പി ഓഫ് എന് പകരം എന്ത് എഴുതാം? 3x plus 1/3 എന്ന് എഴുതിക്കൂടെ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതേപോലെ തന്നെ ഇതും എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇതിന്ന് എല്ലാത്തിനും നമുക്ക് എന്ത് എക്സ് നമുക്ക് എഴുതാം അല്ലെ? 2x/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിന്ന് പി ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ 1/3 അല്ലെ? ഇവിടെ എക്സ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഇതിനെ എന്ത് എഴുതാൻ പറ്റും? ഇതിനെ രണ്ട് ഭാഗത്തും -1/3 നമ്മൾ ആഡ് ചെയ്യാണ് വെച്ചെങ്കിൽ എന്ത് വരും?
-1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 എന്ന് വരില്ലേ? ഇനി ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് എന്ത് വരും? -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് വരാന്ന്. ഇനി ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ് വരാന്ന്. അപ്പൊ ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്ത് വരും നോക്കൂ. ഇതിന്റെ എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ എന്ത് വരും? അതായത് -1/3 ടു 2/3, പിന്നെ -3 ടു 1, -1/2 ടു 1/2 അല്ലേ? അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഏത് തൊട്ട് ഏത് വരെ വരും? -1/3 തൊട്ട് എക്സ് ബിലോങ്സ് ടു ഏത് വരും? -1/3. അതും കൂടി ഉള്ളതാണ്, അതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കേട്ടോ, ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. 1/3 തൊട്ട് 1/2 വരെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഇനീക്വാലിറ്റി. അപ്പൊ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. പ്രോബബിലിറ്റി എല്ലാം കൂടി നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ വരിക? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതായത് 3x plus 1 by 3 plus 1 minus x by 4 plus 1 minus 2x by 2 less than or equal to 1 അല്ലേ? ഇനി ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഏതാണ് ഇതിന്റെ കോമൺ LCM എടുക്കുക, അത് 12 അല്ലേ? അപ്പൊ നിങ്ങൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ കുറെ നേരം എടുക്കും. അതുകൊണ്ടാണ് 3x plus 1 ഇൻറ്റു ഏത് വരണം? 4 വരണം അല്ലെ? 4 ഇൻറ്റു 3x plus 1 പ്ലസ് 3 ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് ഇവിടെ എന്താണ് 6 ഇൻറ്റു 1 മൈനസ് 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വരും. അപ്പൊ ഇനി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -3x ഇവിടെ എന്താ വരിക നോക്കൂ. -3x ഇവിടെ 4 3 7 പ്ലസ് 6 13 അല്ലേ? 13 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 അല്ലേ? കാരണം LCM 12 ആണ്. അപ്പൊ -3x പ്ലസ് 13 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വന്നു. അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാം? അപ്പൊ എക്സ് നമുക്ക് ഇതിന്ന് എടുക്കാനാവുമ്പോ എക്സ് എന്ത് വരും? എക്സ് അതായത് -3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്ത് വരും? -1 എന്ന് വരും. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ എന്ത് വരും? ഗ്രേറ്റർ ദാൻ വരും അല്ലെ? എക്സ് ഗ്രേറ്റർ ദാൻ എന്തെന്ന് വരും? 1/3 എന്ന് വരും അല്ലെ? അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 1/3 ആണ്. അപ്പൊ നമുക്ക് എക്സ് ബിലോങ്സ് ടു -1/3 1/2ന്റെ ഇടയിലാണെന്ന് കിട്ടി. പിന്നെ എന്ത് കിട്ടി? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 എന്ന് കിട്ടി അല്ലെ? ഈക്വൽ ടു ഇടേന്റെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 കിട്ടും. അപ്പൊ ഈ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആണ് ഇനി നമുക്ക് എടുക്കേണ്ടത് അല്ലെ? അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോ നമുക്ക് എന്ത് വരും? ഒന്ന് എക്സ് -1/3 ടു 1/2, പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3. അപ്പൊ ഇത് രണ്ടും കൂടി വരണമെങ്കിൽ നമുക്ക് ഏത് വരെയാണ് വരിക? അതായത് ആൻസർ വരിക ഏത് വരും? 1/3 തൊട്ട് ഏത് വരെ? 1/2 വരെ ഇൻക്ലൂഡിങ് ദാറ്റ് അല്ലേ? അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? 1/3 1/2 ഇൻക്ലൂഡിങ് ദാറ്റ്. ക്ലോസ്ഡ് ഇന്റർവൽ 1/3 1/2 ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.